basically the first thing that he said, like, I mean, he's never forced me to be a lawyer, I mean, doctor or an engineer. He actually told me to take law. Kindness and respect എന്ന് പറയുന്നത് തീർച്ചയായും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പെക്ട് ഇല്ലാണ്ട് വലിയ പ്രയാസമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഇല്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും. നമുക്ക് നമ്മുടെ, ഞാൻ പറഞ്ഞ അത് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് മറ്റേ ഇത് തൊഴുന്നതിന്റെ കാര്യമല്ല കേട്ടോ ഈ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഇൻഡിവിജ്വൽ ഇഷ്ടങ്ങൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് പറയുമ്പോഴുള്ള പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് +2 പഠിക്കാന്നേ. അപ്പൊ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലം എവിടെയാ, നമുക്ക് കളിക്കാൻ പോവാം. നമ്മള് മറ്റേ മാജിക് പ്ലാനറ്റിൽ പോയി ചുറ്റോടെ മറ്റേ ഈ ചുറ്റും ആൾക്കാർ ആങ്സൈറ്റി കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ ആൾക്കാരാ. പക്ഷെ അടുത്ത ആള് വരുമ്പോ പേടിയായിട്ട് ഹലോ ഹലോ പോലീസ് ഹലോ. രണ്ട് പ്ലെയിൻസ് കൊളൈഡ് ചെയ്തു, ഒരു സ്ത്രീ 4 പേരെ കുത്തി കൊല്ലാൻ നോക്കി. എല്ലാം നമ്മളവിടെ ഉള്ള സമയത്താ. അതുകൊണ്ട് എന്താ വെച്ചാൽ ടൈം ഡിഫറൻസ് ഉള്ളതുകൊണ്ടേ ആൾക്കാർ വിളിക്കണൊക്കെ 12 മണിയാകുമ്പോ എന്താ നിങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടാണ് വിളിക്കുക. അതുപോലെ തന്നെ there's a difference ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ എനിക്ക് കാണുന്ന ഡിഫറൻസസ് ആണ്. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ലക്ഷ്മിയുടെ അമ്മ പ്രോബബ്ലി വാണ്ടഡ് യു ടു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് വർക്കിംഗ് പ്രൊഫഷണൽ. കാരണം ഒരു വ്യക്തിക്ക് സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് എത്ര റെലവെന്റ് ആണെന്നുള്ള അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അമ്മ അന്ന് പഠിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയത്. അപ്പൊ അമ്മ ഓൾവേസ് വാണ്ടഡ് മീ ടു ഹാവ് ദാറ്റ്. എന്നും പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെയാണ്. അപ്പൊ ഞാൻ പ്രേമിച്ചു പോയതുകൊണ്ടും പ്രേമം പിടിച്ചതുകൊണ്ടും കല്യാണം നമ്മൾ അല്ലെങ്കിൽ എവിടെ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിക്ക് വർക്ക് ചെയ്യായിരുന്നു. പഠിക്കാൻ മടിയായിരുന്നു. So you chose to stay. On the other hand, Mithun's Achan wanted you to be a police officer, an IS officer, or a doctor. Achan angane, Achan wanted me to do some kind of a professional thing, and he wanted basically the first thing that he said, like, I mean, he's never forced me to be a lawyer, I mean, doctor or an engineer. He actually told me to take law എടുത്തിട്ട് പറ്റുമെങ്കിൽ സിവിൽ സർവീസ് എഴുതണം എന്നുള്ളത് അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം he could never get into civil service എന്നുള്ളത് പുള്ളിക്ക് എനിക്ക് തോന്നുന്നു എപ്പോഴും വിഷമമുള്ള. and his GK was through the roof. നമ്മള് പണ്ട് നമ്മളെ കളിയാക്കി പറയായിരുന്നു, അച്ഛൻ നമ്മളുമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കളി ക്യാപിറ്റൽസ് മുഴുവൻ പഠിപ്പിക്കുക, ഇത് മറ്റേ ബുക്സ് ആൻഡ് ഓതേഴ്സ് പഠിപ്പിക്കുക, ഇതായിരുന്നു ക്വിസിംഗ് ആയിരുന്നു നമ്മുടെ ഇടയിലുള്ള മെയിൻ പരിപാടി. അപ്പൊ ഇവര് മറ്റേ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയും എന്തോ എന്റെ അച്ഛൻ ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ആ ഒരു അങ്ങനെയായിരുന്നു അച്ഛൻ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ wanted me to actually get into something like that. What was your father's loss? How did it impact you as a person? എന്റെ എന്ന് വെച്ചാൽ ഐഡന്റിറ്റി ഉൾപ്പെടെ എല്ലാം എന്ന് പറയുന്നത് അന്ന് CI അച്ഛൻ മരിക്കുന്ന സമയത്താണ്. അച്ഛൻ DYSP ആയിട്ടാണ് മരിക്കുന്നത്. CI രമേഷ് കുമാറിന്റെ മകൻ എന്നുള്ളതാണല്ലോ. ഐ ഹാവ് ആക്ച്വലി എൻജോയ്ഡ് ദാറ്റ്. ഞാൻ പറയണത് അതിന് എവിടെ ചെല്ലുമ്പോഴും ഞാൻ പണ്ട് NCCയുടെ പരേഡ് കഴിഞ്ഞാൽ എനിക്ക് നേരെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കയറി ഇരുന്ന് അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. സെൻട്രൽ ഗ്രൗണ്ടിലെ പരേഡ് ഞാൻ പറഞ്ഞ അച്ഛനെ പോലീസ് വണ്ടിയിൽ. അപ്പോൾ അച്ഛനെ ചില സമയത്തെന്ന് പറഞ്ഞാൽ മറ്റേ സ്ട്രിഞ്ചൻ ഫോർ റൂൾസ് ഉണ്ട്. അപ്പൊ ഇത് ചെയ്യും. അപ്പൊ അമ്മ പറയും എന്തായാലും പോകണല്ലേ, ഒന്ന് അവനെ കയറ്റി അവിടെ ഇറക്കി എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ അമ്മ മറ്റേ ഇത് ചെയ്യുമ്പോഴാണ് പോലീസ് കൊണ്ട് ചെയ്തിട്ടാണോ വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ചിലപ്പം അവിടെ കൊണ്ട് ഇറക്കാനും ഒക്കെ ഇത് ചെയ്യും. അപ്പൊ അത് വന്ന് ഇറങ്ങുമ്പോൾ ഉള്ള അഹങ്കാരമൊക്കെ കാണിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ സെൻസ് എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഇത് കിട്ടുമല്ലോ. അപ്പൊ ഒരു നമുക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലുള്ളതിനേക്കാളും പോലീസിനോടുള്ള ഒരു പേടിയും ബഹുമാനവും ഒക്കെ ഉള്ള ഒരു സമയമായിരുന്നല്ലോ അത്. സോ ഐ യൂസ് ടു ഗെറ്റ് ദാറ്റ്. അപ്പോൾ the void was huge. Even for our family the void was huge. കാരണം അച്ഛൻ്റെ ഇതാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ഒരുപക്ഷെ അഡ്രസ് എന്ന് പറയുമ്പോൾ അച്ഛനെ ബേസ്ഡ് ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ പോലെയൊക്കെ ആയിരുന്നു കാണാനും. ഫോട്ടോയില് കാണുമ്പോഴേ ഞാൻ അച്ഛൻ ജയനായിരുന്നു. അച്ഛൻ ജയന്റെ ലുക്കാണ് ശരിക്കും. ഫേസ് കട്ട് നല്ലോണം ഉണ്ട്. ബാലേന്ദ്ര മേനനങ്ങൾ പറയും. ഈ പറഞ്ഞു കേട്ടിരുന്നത് തന്നെ നമുക്ക് ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. പറഞ്ഞ കഥകളൊക്കെ വെച്ചിട്ട് അച്ഛന്റെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരുപക്ഷെ അച്ഛന്റെ മരണം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൗതുക വാർത്തകൾ വായിക്കുന്ന രാമചന്ദ്രൻ നായർ സാറിന്റെ ബുക്കിൽ അച്ഛന്റെ പേരുണ്ട്. ബാലേന്ദ്ര മേനൻ അങ്കിൾ എഴുതിയ അനക്ഡോട്ടുകളിൽ അദ്ദേഹത്തിന്റെ പേരും അച്ഛന്റെ അമ്മയുടെയും മറ്റേ ലവ് സ്റ്റോറി April 18 എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസിഡൻസ്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ
ദിസ് ഹാപ്പൻഡ് ആഫ്റ്റർ പോസ്റ്റമസ്ലി ആണല്ലോ നമ്മൾ ഇതൊക്കെ അറിയുക. അപ്പൊ അങ്ങനെയുള്ളൊരു ഈ റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതും അച്ഛൻ ഇങ്ങനെ ഇത്രയും എല്ലാവരുമായിട്ടും ഭയങ്കര സോഷ്യലായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിലും വി കുഡ് നെവർ ഗെറ്റ് ഇൻ ടു ദോസ് സർക്കിൾസ്. നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അച്ഛൻ്റെ മറ്റേ സ്നേഹം കാണിക്കുന്നത് ഭക്ഷണം വാങ്ങിച്ചു തന്നും ഇതൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു വോയിഡ് ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് പിന്നീട് ഫീൽ ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ വേറൊരു ലെവലിലോട്ടായിരുന്നു തന്നെ പോയത്. പക്ഷേ ഈ ഓൾവേസ് യൂസ് ടു എൻകറേജ് എനിക്ക് എൻ്റെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അഭിനയിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ അച്ഛൻ്റെ ഫ്രണ്ടാണല്ലോ ബാലേന്ദ്ര മേനോൻ, അച്ഛൻ്റെ ഫ്രണ്ടാണ് വേണു നാഗവള്ളി അവരൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു അവരുടെ അടുത്തൊന്ന് പറയൂ എന്നൊക്കെ പറയും. വെറുതെ പറയട്ടാ ഇത് കഴിയട്ടെ എന്നിട്ട് പറയും. എന്നിട്ട് അച്ഛൻ എപ്പോഴോ പറഞ്ഞിട്ടാണ് PC സോമൻ അങ്കിൾ വിളിച്ചിട്ട് വിദ്യ എന്ന് പറയുന്ന ഒരു സീരീസിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അങ്ങനെയാണ്. മിഥുൻ ഇപ്പോൾ ശരിക്കും ഒരു നല്ലൊരു ഫേസ് ഇൻ യുവർ കരിയറിലാണ് ദുബായ് പോയത്. ആൻഡ് യു ടോൾഡ് മീ യു വർ 20. I was 20, yeah. അച്ഛൻ്റെ മരണം അതൊരു റീസൺ ആയിരുന്നു, ഒരു പോസിറ്റീവ് ഫാക്ടർ ആയിരുന്നു ഫോർ യു ടു ടേക്ക് ദാറ്റ് ഇത്രയും വലിയൊരു ഡിസിഷൻ? ഉറപ്പായിട്ടും ആയിരിക്കുമല്ലോ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് ആയിട്ട് നടക്കുമ്പോൾ ഇന്നാണെങ്കിലും എന്നാണെങ്കിലും നമ്മുടെ കാലഘട്ടത്തിൽ എപ്പോഴും സിനിമ കളിച്ച് നടക്കാന്ന് പറയും. സിനിമ കളിച്ച് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. ഇവര് സിനിമ എന്ന് പറയുന്നത് ഭ്രാന്ത് കയറിയിട്ട് നടക്കുക, ചാൻസ് ചോദിക്കുന്നു, വല്ലയിടത്തുമൊക്കെ കിട്ടുന്നു, ഇത്. അപ്പൊ ഞാൻ നിൽക്കുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ സിനിമ കളിച്ച് നടക്കാണെന്ന് എന്റെ കുടുംബം പറയുമ്പോൾ പോലും എന്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഞാൻ കമൽ സാറിന്റെ പടം ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫാസിൽ സാറിന്റെ പടത്തിലാണ് എന്റെ ഫസ്റ്റ് ഇത് വരുന്നത്. അത് പിന്നെ അങ്ങനെ ഭയങ്കര കമൽ സാറിന്റെ പടത്തിൽ മെയിൻ വില്ലൻ ക്യാരക്ടർ ചെയ്ത്, ജോഷി സാറിന്റെ പടത്തിൽ ചെയ്ത് കഴിഞ്ഞു, പ്രിയദർശൻ സാറിന്റെ പടത്തിൽ ചെയ്ത് കഴിഞ്ഞു. ഈ 2 പടം റിലീസാവാനിരിക്കവെയാണ് ഓഫർ വന്ന് ഞാൻ പോയത്. അപ്പൊ ആ ഓഫർ വന്ന് പോകുന്ന സമയത്ത് എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ പറഞ്ഞ എനിക്കറിയാം എന്നെ എല്ലാവരും കൂടി പിടിച്ചു. കാരണം അല്ലാതെ തന്നെ അച്ഛൻ്റെ ഡൈനിങ് ഹാർഡ്നസിലുള്ള ജോലി എനിക്ക് തരാനായിട്ട് നിൽക്കുകയാണ് വീട്ടുകാരെല്ലാവരും. അപ്പോൾ അത് നടന്നു വരുന്നേ ഉള്ളൂ. ആ സമയത്ത് തന്നെയാണ് എന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ഓഫർ വന്നാൽ ഉറപ്പായിട്ടും ഗൾഫിൽ ഇടുമെന്ന് അറിയാനും. അപ്പൊ ഐ ഡിഡ്ന്റ് ടെൽ ഇറ്റ് അറ്റ് ഹോം. ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ഞാൻ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ പണിയൊന്നും ഇല്ലാത്ത സമയത്ത് ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകുമല്ലോ. അപ്പൊ ആ കളിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് കിട്ടാതെ അജിത് സാറിന്റെ വൈഫ് ശരിക്കും വീട്ടിലെ നമ്പർ എടുത്ത് വിളിച്ചു. അങ്ങനെ വീട്ടിലറിയുന്നത്. എന്നിട്ട് അടുത്ത ദിവസത്തേക്ക് ഇന്റർവ്യൂ മാറ്റി വെച്ചു. ഞാൻ എറണാകുളം താജിൽ പോയിട്ട് അവിടെ വെച്ചാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഈ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിപ്പോയത്. എനിക്ക് ആ സമയത്ത് മിഥുനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണേ, 10-20 വയസ്സേ ഉള്ളൂ. ഈ സിനിമ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആവേശം കൊണ്ട് നടക്കുന്ന ഒരു പയ്യൻ ഇതെല്ലാം പെട്ടെന്ന് ഒരു ദിവസം വിട്ടിട്ട് ദുബായിലേക്ക് ചേക്കേറുക, അതായത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. ഞാൻ പറഞ്ഞ പക്ഷേ അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അമ്മ മാക്ടർ പ്രശ്നം നടക്കുന്നത്, 2004. അപ്പൊ അവിടെ സിനിമകളും നിലച്ചു, സിനിമ മൊത്തം നിന്നുപോയ സമയമാണ്. ഞാൻ തൊട്ട് മുമ്പ് സീരിയലുകൾ ചെയ്യുമായിരുന്നു, അതായിരുന്നു വരുമാനം കേട്ടോ. അപ്പോൾ സീരിയലുകൾ മൊത്തമായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. കാരണം എനിക്ക് കിട്ടിയിരുന്ന ഓഫർ എന്താ, അടുത്ത് ഇറങ്ങാൻ പോകുന്നത് ജോഷി സാറിന്റെ ദിലീപ് പടം, പ്രിയദർശൻ സാറിന്റെ ദിലീപ് പടം. അതുകൊണ്ട് ഞാൻ സീരിയലെല്ലാം നിർത്തിയിട്ട് ഒരു പടിയില്ലാതെ നിൽക്കുകയായിരുന്നു. അപ്പൊ ആ ടൈമിൽ ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 6 മാസം പോയി ദുബായ് അടിച്ചു പൊളിച്ചിട്ട് വരാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ പോയത്. ഇപ്പൊ 20 വർഷമായി. സോ ടോക്കിംഗ് അബൌട്ട് ദ ഡൈനാമിക്സ് ഓഫ് ദ റിലേഷൻഷിപ്പ് തന്നെ, ഞാനിപ്പോൾ ഈയിടയ്ക്ക് ഒരു കോട്ട് കണ്ടതാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഗോട്ട്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ടോക്സ് അബൌട്ട് റിലേഷൻഷിപ്സ് പർട്ടിക്കുലർ. ഞാൻ പറയുന്നത് ഈ ലവ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബിറ്റ്വീൻ ദ കപ്പിൾ ഇറ്റ് ഈസ് കൈൻഡ്നെസ് and respect. Absolutely. Do you agree with it? Absolutely. 100%. Kindness and respect എന്ന് പറയുന്നത് തീർച്ചയായും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പെക്ട് ഇല്ലാണ്ട് വലിയ പ്രയാസമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഇല്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും. നമുക്ക് ഞാൻ പറഞ്ഞ അത് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് മറ്റേ ഇത് തൊഴുന്നതിന്റെ കാര്യമല്ല കേട്ടോ ഈ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഇൻഡിവിജ്വൽ ഇഷ്ടങ്ങൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഇഷ്ടങ്ങൾ റെസ്പെക്ട് ചെയ്ത് അതിനനുസരിച്ച് എനിക്ക് ഒരു ബർത്ത്ഡേക്ക് ഒരു സമ്മാനം തന്നത് സോളോ ട്രിപ്പാ, ആംസ്റ്റർഡാമിലോട്ട്. ആലോചിച്ചു. അല്ല പക്ഷെ പുള്ളിക്ക് ഇഷ്ടമാണ് സോളോ ട്രിപ്സ് പോവാൻ. കല്യാണം കഴിയണത് വരെയും ഞാൻ എന്റെ എല്ലാ ട്രിപ്പും സോളോ ആയിരുന്നു. എന്ന് വെച്ചാൽ സോളോ ട്രിപ്പുകളാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഈ ശരിക്കും പറഞ്ഞാല് അപ്പൊ എനിക്കൊരു പ്രാവശ്യം പറഞ്ഞു ഒറ്റയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. ആംസ്റ്റർഡാമിലോട്ട് പോകാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ആംസ്റ്റർഡാം എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമായതുകൊണ്ടാണ്. ഇഷ്ടമാണ് അവിടെ പോകാൻ. 5 തവണ പോയിട്ടുണ്ട് അവിടെ. And what do you have to say, Lakshmi? Mutual respect എന്ന് പറഞ്ഞാൽ I want him to be the way he is always. അപ്പൊ അത് സാധിച്ചു കൊടുക്കുക എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അത്രേ ഉള്ളൂ അല്ലേ? പക്ഷെ പലപ്പോഴും വീട്ടമ്മമാർക്ക് കിട്ടാത്തത് അതാണ്, ഒരു റെസ്പെക്ട്, അവർ ചെയ്യുന്ന കാര്യത്തിനുള്ള വാല്യൂ, അല്ലെങ്കിൽ അവര്
ഐഡന്റിഫൈ അവരുടെ സ്വന്തം ഐഡന്റിറ്റി ഇല്ലാതാവുമ്പോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഡിപെൻഡന്റ് ആവുമ്പോ കിട്ടാതെ പോകുന്നത് ആ ഒരു റെസ്പെക്ട് പക്ഷെ അത് മിസ്കൺസ്ട്രൂ ചെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ. നമ്മളിത് പറയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അവരുടെ ഇതിന് നമ്മൾ മറ്റേ നീ പണിയെടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഇത് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ നമ്മുടെ ഇടയിലുള്ള തമാശകൾ, നമ്മുടെ ഇടയിലുള്ള കാര്യങ്ങളും ഒക്കെ അതേപോലെ നിർത്തിക്കൊണ്ട് വേണം ഈ റെസ്പെക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ പറയുന്നതിനകത്ത് വരുമ്പോൾ ഉള്ള ഒരു എവിടെ മിസ്കൺസ്ട്രൂ ചെയ്യാൻ പോകുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഹോ എന്നെ ബാക്കിയുള്ളവരും വെച്ച് കളിയാക്കി, എൻ്റെ അടുത്തുള്ള ഡിസ്റെസ്പെക്റ്റ് ആണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരിടത്തിരുന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് നമ്മളെന്നെ വഴക്കുണ്ടായി എന്ന് വെച്ചോളൂ. ഇതിന്റെ പേരിൽ എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റെസ്പെക്ട് ചെയ്തു. ഇത് നമുക്ക് ഇത് ചെയ്ത് അവരുടെ ഫ്രണ്ട് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് അങ്ങ് പോവാം. സോറി ഇതിങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് പറയാം. കാരണം മനുഷ്യരല്ലേ, തെറ്റുകളും ഈ പറയുന്നത് പോലെ തന്നെയുള്ള നമ്മുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യത്യാസങ്ങളും ഒക്കെ വരും. ഒരു വര വരച്ചിട്ട് ആ വരയെ കൂടെ തന്നെ പോകണമെന്ന് ഞാൻ ഇത് മിസ്കൺസ്ട്രൂ ചെയ്യപ്പെടുന്നു പറഞ്ഞിട്ട് റീസണും അതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പലരും ഇപ്പൊ നമുക്ക് സിനിമാറ്റിക് ആയിട്ട് ചിന്തിച്ചോളെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്തിച്ചോളെ. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ തൊട്ട് കൈൻഡ്നെസ് പോയി. ഈ റെസ്പെക്ട് മാത്രമില്ല, റെസ്പെക്ട് മാത്രം കിട്ടിയില്ല, അപ്പൊ കൈൻഡ്നെസ് പോയോ. ഇത് രണ്ടും കൂടി ചേർന്ന് വന്നാലേ പറ്റുള്ളൂ. പിന്നെ അതിന്റെ കൂടെ ഈ സ്നേഹവും വേണം. ഈ സ്നേഹം എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്നതല്ലല്ലോ, എപ്പോഴും ഉണ്ടാവേണ്ടതല്ലേ. അതൊരു ബെഡാണ്, അതവിടെ തന്നെ ഉണ്ടായിരിക്കണം. അത് ഇല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം മാറിപ്പോകുന്നേ. പിന്നെ നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്, എന്തായാലും നിങ്ങൾക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും അങ്ങനെ അതിനുള്ള റെസൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നിങ്ങൾ എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്? ആരാണ് മിണ്ടാതിരിക്കുന്നത്? ഞാൻ മിണ്ടാണ്ടിരിക്കും. സൈലന്റ് ട്രീറ്റ്മെന്റ് അങ്ങനെയല്ല കേട്ടോ, സൈലന്റ് ട്രീറ്റ്മെന്റ് ഒന്നല്ല, ഞാൻ മിണ്ടില്ല. എനിക്ക് ദേഷ്യം വരും, സങ്കടമൊക്കെ വരും, അപ്പൊ ഞാൻ പിന്നെ മിണ്ടില്ല. ഭയങ്കരമായിട്ട് കരഞ്ഞാലോ അപ്പൊ ഞാൻ ഫോൺ എടുക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ മുൻചേട്ടൻ വന്ന് സോൾവ് ആക്കാൻ വരും. സോൾവ് ആക്കാൻ വന്നു കഴിഞ്ഞാൽ അത് 2 ചളി അടിക്കും. ആ ചളിയിൽ ഞാൻ വീഴും, സോൾവ് ആവും. അങ്ങനെയാണ് സ്ഥിരം. നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എവിടെയാണ്? കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടതിന്റെ കാര്യമേ എനിക്ക് പറയുള്ളൂ. ഞാൻ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല. ചേട്ടൻ ഫുൾ എന്നൊക്കെ പറഞ്ഞ സ്റ്റേജ് ഹോസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ പോയ സ്ഥലത്തായിരുന്നു മുൻചേട്ടനോടെ ഹോസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനാണ് ആദ്യമായിട്ട് കണ്ടത്. പിന്നെ ഞങ്ങളൊരു മ്യൂച്വൽ ഫ്രണ്ട് വഴി പിന്നെ കണ്ട് പരിചയപ്പെട്ട് യാഹു മെസ്സഞ്ചറിൽ നമ്മൾ ചാറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി. എനിക്കൊരു ഇൻട്രോ തരുമോന്ന് പറഞ്ഞോ ലക്ഷ്മി? എവിടെ ഇൻട്രോ തരുമോന്ന് മ്യൂച്വൽ ഫ്രണ്ടിനോട് പറഞ്ഞു, അങ്ങനെയാണോ? അതെ ഞാൻ തന്നെ പറഞ്ഞത്. അതെ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കും. പക്ഷെ ഐ ലവ് യു പറഞ്ഞത് ഞാനല്ല, അങ്ങനെ. മിഥുന്റെ അപ്പൊ എങ്ങനെയാ നിങ്ങൾ മീറ്റ് ചെയ്ത്? എങ്ങനെയായിരുന്നു? കുറെ നാള് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ? കുറെ നാള് ചാറ്റ് ചെയ്തു, എന്നിട്ട് ശരിക്കും കാണാൻ പോയി, നേരിട്ട് കണ്ട്. അതാ പറഞ്ഞേ, ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോയി അവസാനം അമ്മ അവസരം പിടിച്ചു. ഞങ്ങളുടെ ഡേറ്റിംഗ് ടൈമിലൊക്കെ ഞങ്ങള് മറ്റേ മാജിക് പ്ലാന്റിലൊക്കെ പോയി കളിക്കുമായിരുന്നു. അത് പറയുമ്പോൾ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് +2 പഠിക്കാന്നേ. അതെ, തീരെ ചെറിയ കുട്ടിയല്ലേ. അപ്പൊ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലം എവിടെയാ, നമുക്ക് കളിക്കാൻ പോവാം. നമ്മള് മറ്റേ മാജിക് പ്ലാനറ്റിൽ പോയി ശരിക്കും കളിച്ചിട്ട് ടിക്കറ്റ് കിട്ടും. അപ്പൊ എനിക്ക് എന്ത് സന്തോഷം. ആ ഗിഫ്റ്റ് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഏജ് ഡിഫറൻസ് ഉണ്ടോ? 7 ഇയേഴ്സിന്റെ വ്യത്യാസം. 7 ഇയേഴ്സിന്റെ വ്യത്യാസം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇസ് ലൈക്ക് നൗ 15 years old, 16 years old. ഇതിനകത്ത് if there is a memory that you really hold close to, apart from the very private ones which you would really want to, is there anything that you want to share? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ രസമുള്ള സാധനം എന്താന്ന് വെച്ചാൽ അതാ ഫ്രണ്ട്സിന്റെ കഥയാണ്. അതവിടെ ഹോൾഡ് ചെയ്യുക. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും രസമുള്ള മൊമെന്റ്. കാരണം വെച്ചാൽ അതിലെന്താ സംഭവിച്ചു ചോദിച്ചാൽ മിഥുന് ലക്ഷ്മിയെ മറന്നുപോയി റെയിൽവേ സ്റ്റേഷനിൽ. റെയിൽവേ സ്റ്റേഷനിൽ മറന്നുപോയിട്ട് അയ്യോ അടുത്ത സ്റ്റേഷനിൽ ഭാര്യയുണ്ടല്ലോ, ഏതോ ഫ്രഞ്ച് കുട്ടിയെ ട്രെയിനിൽ കണ്ട് അങ്ങനെ പോയി. ഈശ്വര, ഫുൾ കഥ. അത് ഞങ്ങളുടെ കഥയല്ല, വേറെ ആരുടെയാ. ഞങ്ങളുടെ കഥ ഒന്ന് ലെഗ് പുള്ളി ചെയ്താൽ ശരിക്കും പറഞ്ഞാലേ ഡയറക്ഷൻ ഉള്ളത്തോണ്ട് ഞാൻ ട്രെയിനിനകത്ത് കയറിട്ടെ തലയിട്ട് കയറി. ഞാനിവിടെ നിൽക്ക, എന്നെ നോക്കണ്ടേ, എന്റെ ഉള്ളിൽ എന്തിനാണെങ്കിൽ മൊബൈല് വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് ഒന്നുമല്ല, ഫ്രണ്ട്സ് ഒന്നും അറിയില്ല. ഞാൻ ഹലോ പോലീസ് എന്നൊക്കെ പറഞ്ഞ അവർ അഭിനയിച്ചോണ്ട് ചുറ്റും ആൾക്കാർ എനിക്ക് ആങ്ഷ്യസ് ആയിട്ട് കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ ആൾക്കാരാ. പക്ഷെ അടുത്ത ആള് വരുമ്പോ പേടിയായിട്ട് ഹലോ പോലീസ് ഹലോ
നിൽക്കുന്നത് അവിടെ. ശരിക്കും ഇതിന്റെ അതായിരുന്നു. റീൽ എടുക്കേണ്ടതാണ്. ആ പക്ഷെ ആ ട്രിപ്പ് മുഴുവൻ കോമഡി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജപ്പാൻ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ജപ്പാൻ അടിപൊളിയായിരുന്നു. ജപ്പാനിലെ ഏറ്റവും ഞങ്ങള് വലിയ കാല് കുത്തി ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. കാലുകുത്തിയല്ല, അടുത്ത ദിവസം നമ്മുടെ ന്യൂ ഇയറിന്റെ തലേ ദിവസമാണ്. അവിടെ ക്വിക്ക് ഉണ്ടായി. Earthquake, tsunami. രണ്ട് പ്ലെയിൻസ് കൊളൈഡ് ചെയ്തു. ഒരു സ്ത്രീ 4 പേരെ കുത്തി കൊല്ലാൻ നോക്കി. എല്ലാം നമ്മളവിടെ ഉള്ള സമയത്താ. അതുകൊണ്ട് എന്താ വെച്ചാൽ ടൈം ഡിഫറൻസ് ഉള്ളതുകൊണ്ടേ ആൾക്കാർ വിളിക്കണൊക്കെ 12 മണിയാകുമ്പോ എന്നിട്ട് നിങ്ങളുണ്ടോ എന്നുള്ള ചോദിച്ചിട്ടാണ് വിളിക്കുക. ഞാൻ ഓരോ ദിവസം ഞാൻ ടെൻഷൻ അടിച്ച് ദൈവം ഈ സ്ഥലത്തേക്കാണോ ഞാൻ വന്നതെന്ന്. പക്ഷേ ന്യൂ ഇയർ ആയതുകൊണ്ട് ഇറ്റ് വാസ് ടു ബിസി. 2 years നോട്ട് എ ഗ്രേറ്റ് ടൈം. ഞാൻ പറഞ്ഞ വെച്ചാൽ ന്യൂ ഇയർ എ ഗ്രേറ്റ് ടൈം ടു ഗോ ടു ടോക്കിയോ ഓർ എനി അതർ പ്ലേസ്. പക്ഷേ ഞാൻ പറഞ്ഞ വെച്ചാൽ അത്രയധികം ആൾക്കാർ ജപ്പാനകത്ത് നിന്ന് തന്നെ ടോക്കിയോയിൽ ഓവർ ക്രൗഡഡ് ആയിരുന്നു സത്യം പറഞ്ഞാല്. ഭയങ്കര ക്രൗഡഡ് ആണ്. ഷിബുയ ക്രോസിംഗിലെ ക്രൗഡ് കാണാനാണ് നമ്മൾ പോയത്. ആ ക്രൗഡ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് അവിടുത്തെ? ഫുഡ് കഴിക്കുന്നത്, ഭക്ഷണം, ജാപ്പനീസ് ഫുഡ് നല്ലതാണ്. അടിപൊളി. ഇവിടെ കഴിക്കുന്ന പോലത്തെ ആയിരിക്കില്ലല്ലോ അതിന്റെ അല്ലല്ല നല്ല നമുക്ക് ഇതേ സാധനം ഞാൻ പറഞ്ഞ വെച്ചാൽ ദുബായിൽ വി ഗെറ്റ് ഓതന്റിക് സാധനം കിട്ടും, സൂഷി കിട്ടും. എന്നിട്ട് പോലും ഇവിടത്തത് അബ്സല്യൂട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് പറയുമ്പം നമുക്ക് ഈ സ്റ്റേക്ക് ഒക്കെ നമ്മളിനി ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഒറിജിനൽ മറ്റേ കോബി സ്റ്റേക്ക് എന്നോ അല്ലെങ്കിൽ നമ്മുടെ വാഗ്യു അതൊക്കെ ഭയങ്കര വിലയാണല്ലോ. അവിടെ അത് സാധാരണ, കാരണം അവിടെ ഉണ്ടാക്കുന്ന സാധനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വിഷ്ണേറെ കഴിക്കാം, മുഴുവൻ കൊളസ്ട്രോളുമായിട്ട് തിരിച്ചു വരാം. ലാൻഡ്സ്കേപ്പ് അവരുടെ കൾച്ചർ വളരെ കൾച്ചർ അടിപൊളിയാണ്, ഭയങ്കര ഡിഫറെന്റ് ആണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ അത് പറഞ്ഞേ പറ്റുള്ളൂ. ദ റെസ്പെക്ട് ദാറ്റ് ദേ ഹാവ് ഫോർ എനിവൺ, ഹ്യൂമൻ ബീയിങ്സ്, ഈസ് ജസ്റ്റ് അമേസിങ്. ഞാൻ എവിടെ പോയാലും നമുക്ക്, ഞാൻ ഇത് പറയുമ്പോൾ ടേക്ക് ഇറ്റ് വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട്. കാരണം എന്ന് വെച്ചാൽ സി വെൻ ദർ ഇസ് എ വൈറ്റ് ഗൈ ആൻഡ് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും പ്രിവിലേജസ് അവർക്ക് പോകുന്നത്. ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ദിസ് ഇസ് വൺ പ്ലേസ് യു വിൽ നോട്ട് സീ ദാറ്റ്. കാരണം നമ്മൾ വളരെ ഇതായിട്ട്, കാരണം സാധാരണ നമ്മളിപ്പോ റെസ്റ്റോറൻറ്റിൽ എന്തോ നമ്മുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചിലപ്പം നമ്മൾ ചിലയിടത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ടാക്സി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വന്നു തൊട്ട് പിറകെ വന്നത് ഒരു വെള്ളക്കാരനാണെങ്കിൽ ചിലപ്പോൾ പുള്ളിയെ എടുത്തുകൊണ്ട് പോയി നമ്മൾ അവോയ്ഡ് ചെയ്തതും പോലും നമ്മൾ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇവിടെ വി വർ വെയിറ്റിംഗ്, അതുപോലെ തന്നെ ലോട്ട് ഓഫ് ഇതായിട്ടുള്ള ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദേ ആക്ച്വലി called us back and saying that are you not interested in coming? There was always a queue for everything, and queue നിൽക്കാൻ അവർക്ക് ഒരു ഹരമാണ്. വൈകിട്ട് 6 മണിയാകുമ്പോ തൊട്ട് എല്ലാരും ക്യൂ നിൽക്കാതെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പൊ മെക്ഡോണൾഡ്സിൽ നമുക്കിപ്പോ 3 പോയി 3 കൗണ്ടർ എങ്ങനെയായിരിക്കും നമ്മള് ഓരോ കൗണ്ടറിലും നമുക്ക് ക്യൂ നിൽക്കാമല്ലോ, അങ്ങനെയല്ല എന്റെ രീതി വരേണ്ടത്. അപ്പൊ അങ്ങനെയാണല്ലോ. ഇതങ്ങനെയല്ല, ഒരൊറ്റ ലൈൻ ഫോം ചെയ്യും. ഏത് കൗണ്ടറിൽ ക്ലൂ ഇതാവുന്നു അവിടെ അങ്ങനെ അവര് ബസ്സിൽ കയറാനാണ് വാഷ്റൂമിൽ വരെ ക്യൂ ആണ്. ശരിക്കും നമ്മൾ വിചാരിച്ചു, കാരണം നമുക്ക് ഇടിച്ചു തള്ളിയതല്ല, നമ്മളൊരു നോർമൽ ക്യൂ നമ്മൾ കണ്ടിട്ടുണ്ട് ദുബായില്. ഇതൊന്നുമല്ല, 3 hours ഒരു ഡിസ്ലൈഡ് റൈഡ് കയറാൻ. മിക്കവാറും നമുക്ക് എല്ലായിടത്തും വാസ്തയുണ്ടല്ലോ, ശീലമായിട്ട്. എന്നാലും നമ്മൾ ക്യൂ തെറ്റിച്ച് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അയ്യോ അതെ, അത് നിൽക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് അത് എക്സ്പീരിയൻസ് ആയിരുന്നു. ആകെ 2 റൈഡേ പോയുള്ളൂ ഡിസ്ലൈഡ്. ഡിസ്നിയിൽ. അതെ അതെ, ബട്ട് ഷീ വാണ്ടഡ് ദോസ് റൈഡ്സ്. ചിഞ്ചു എന്ന് വരുന്നത് ലക്ഷ്മി എപ്പോഴും മിഥുനെ കുറിച്ച് പറയണത് പോസിറ്റിവിറ്റി ഫെയറി എന്നാണ്. ഈ ടെർമിനോളജി എവിടെ നിന്നാ കിട്ടിയത്? അത് ഇവിടുന്ന് ഞാൻ എന്തോ വായിച്ചു പറഞ്ഞു കഴിഞ്ഞാലും പറയും പോസിറ്റിവിറ്റി ഇൻസ്റ്റൻസ് ഇൻ ലൈഫ്. മിഥുന്റെ ഈ പോസിറ്റിവിറ്റിയുടെ ഇമ്പാക്ട് എങ്ങനെയാണ്? അത് ഈ പറയുന്നത് പോലെ വിഷമിച്ചിരിക്കുക എന്ന് പറയുന്നത് ഡിപ്രഷനേ അല്ല. എല്ലാ സാഡ്നെസിനെയും ഡിപ്രഷൻ ആണെന്ന് പറയുന്ന ഒരു ഫാഡ് വളരെ കൃത്യമായിട്ട് നടക്കുന്നു. ദീപിക പതുക്കം പറഞ്ഞോട്ട് ആൾക്കാർക്കെല്ലാം ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്നത് ഒരു രസമായിട്ടുള്ള കാര്യം. പക്ഷേ ഐ ഹാവ് സീൻ വാട്ട് ഷീ ഹാസ് ഗോൺ. ഒരു സ്ത്രീക്ക് ഹെയർ ഈസ് എ ബിഗ് പാർട്ട് ഓഫ് അവർ. അല്ല, അങ്ങനെ കൺസിഡർ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ വളരെ ഇപ്പൊ എന്തായാലും പറയാം, ഇപ്പത്തെ സ്റ്റേജിൽ എന്തായാലും ഞാൻ അത്ര ഭയങ്കര കോൺഷ്യസ് ഒന്നുമല്ല. എനിക്ക് എന്റെ കാര്യം നടക്കണം എന്നുള്ളതായിരുന്നു മെയിനായിട്ട്. അല്ലെങ്കിൽ ഭയങ്കര ഗംഭീരമായിട്ട് പാട്ട് പാടി തരില്ലേ, ദേവസഭാതലം അല്ലാണ്ട് ഞാൻ വേറെ. ഇപ്പോഴത്തെ ഫേവറേറ്റ് നഗുമോ. The best thing that you can do to a hater is ignore them, right? But what if you actually ignore them and give most consideration to all the others? അതായത് നല്ല കാര്യങ്ങൾ പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു ഉമ്മയൊക്കെ അയച്ചിട്ട് ഇവരെ മാത്രം വേണ്ടി അതിരുന്നല്ലോ.